തേർഡ് സെമ്മിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് വേരിയേഷൻ മെത്തേഡാണ്. സോ വേരിയേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. ഈ സിസ്റ്റത്തിന് ഷ്രോഡിഞ്ചർ ഇക്വേഷൻസിന് ഒരു എക്സാക്റ്റ് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷന് എക്സാക്റ്റ് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. When we consider the Schrodinger equation for a system, there exist exact solutions. ഈ സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഒരു മെത്തേഡാണ് പെർട്ടർബേഷൻ മെത്തേഡ്. വേരിയേഷൻ മെത്തേഡ്, WKB മെത്തേഡ്. WKB മെത്തേഡ്. ഇവിടെ പെർട്ടർബേഷൻ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സാക്റ്റ് സൊല്യൂഷൻസ് ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ സൊല്യൂഷനുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാകണം. പെർട്ടർബേഷൻ മെത്തേഡിന് there should be a closely related problem related with the exact solution. For perturbation method, there should be a closely related problem with the exact solution. അതായത് എക്സാക്റ്റ് സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലോസ്ലി റിലേറ്റഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെർട്ടർബേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ വേരിയേഷൻ മെത്തേഡിൽ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ട്രയൽ വേവ് ഫംഗ്ഷൻ, ഒരു വേവ് ഫംഗ്ഷൻ ഗെസ് ചെയ്യും. എന്നിട്ട് അതിൽ വേരിയേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള വേവ് ഫംഗ്ഷൻ കിട്ടും. ഫസ്റ്റ് ഒരു ട്രയൽ വേവ് ഫംഗ്ഷൻ എടുക്കും, അതായത് ഒരു വേവ് ഫംഗ്ഷൻ ഗെസ് ചെയ്യും, ട്രയൽ വേവ് ഫംഗ്ഷൻ. ഇതിൽ വേരിയേഷണൽ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പ്രോപ്പറായിട്ടുള്ള വേവ് ഫംഗ്ഷൻ കിട്ടും. ഈ വേവ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്പർ ലിമിറ്റ് ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ വേവ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റ് ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ നല്ല റിസൾട്ട് എന്ന് പറയുന്നത് നല്ല ട്രയൽ ഫംഗ്ഷന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിക്കുമ്പോഴത്തേനും ഗുഡ് റിസൾട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഗുഡ് ട്രയൽ വേവ് ഫംഗ്ഷൻസ്. അല്ലെങ്കിൽ നമ്മൾ ഗസ് ചെയ്യുന്ന വാല്യൂ എത്രത്തോളം പ്രോപ്പറാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. സോ ഗുഡ് റിസൾട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഗുഡ് ട്രയൽ ഫംഗ്ഷൻ. അപ്പോൾ വേരിയേഷൻ മെത്തേഡിൻ്റെ യൂസസ് എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനും ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയുടെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കാനും ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കണ്ടുപിടിക്കാനും വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനും, പിന്നെ ഇത് നമുക്ക് നോർമൽ സ്റ്റേറ്റ്സിൽ മാത്രമല്ല എക്സൈറ്റഡ് സ്റ്റേറ്റിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ക്യാൻ ബി applied to excited states. ഇതാണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേരിയേഷണൽ പ്രിൻസിപ്പിളിലേക്ക് കടക്കാം.
വേരിയേഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് expectation value of Hamiltonian. It is used to calculate expectation value of Hamiltonian. Expectation value of Hamiltonian എന്ന് പറയുന്നത് ബ്രാക്കറ്റ് എച്ച് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. So it is used to calculate expectation value of Hamiltonian with respect to a trial wave function phi. With respect to trial function phi. ഇനി വേരിയേഷണൽ പ്രിൻസിപ്പിളിൽ നിന്ന് നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഫ്രം വേരിയേഷണൽ പ്രിൻസിപ്പിൾ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഈസ് ഗിവൺ ബൈ the ground state energy is given by E1 less than or equal to expectation value of H, which is equal to phi H phi. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി വേരിയേഷണൽ പ്രിൻസിപ്പിളിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് E1 ആണ്. E1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച്, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് ആണ്. അതായത് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയുടെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് ആണ്. ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ വിത്ത് റെസ്പെക്ട് ടു ട്രയൽ ഫംഗ്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ബ്രാക്കറ്റ് നൊട്ടേഷൻ ഫൈ എച്ച് ഫൈ എന്ന് എഴുതാനായിട്ട് പറ്റും. ഇവിടെ ഇക്വാളിറ്റി ഉണ്ട്, ഇൻഇക്വാളിറ്റി സൈനും ഉണ്ട്. ഈ ഇക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ദ ഇക്വാളിറ്റി ഹോൾഡ്സ് if trial wave function is same as that of ground state wave function. Trial wave function equal to ground state wave function ആണെങ്കിലാണ് ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. ദ ഇക്വാലിറ്റി ഹോൾഡ്സ് if trial wave function equal to ground state wave function. പിന്നെ വാല്യൂ ഓഫ് എച്ച് എന്ന് പറയുന്നത് ഈസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. ദ വാല്യൂ ഓഫ് എച്ച് ഈസ് അപ്പർ ലിമിറ്റ് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ ഇക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ട്രയൽ വേവ് ഫംഗ്ഷൻ ഈക്വൽ ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ വരുമ്പോഴും വാല്യൂ ഓഫ് എച്ച് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആയിട്ട് ഈക്വൽ ആകുമ്പോഴുമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈ ട്രയൽ വേവ് ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്നത് നോർമലൈസ്ഡ് അല്ലെങ്കിൽ if the trial wave function phi is not normalized, if the trial wave function phi is not normalized, then expectation value of h എന്ന് പറയുന്നത് phi h phi divided by phi phi. ഇതിനെയാണ് റാലി റേഷ്യോ എന്ന് പറയുന്നത്. ദിസ് ഈസ് കാൾഡ് റാലി റേഷ്യോ. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ വേരിയേഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്.
ഈ പ്രിൻസിപ്പളിൽ നിന്ന് നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് E1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു H കിട്ടും. Hന് നമുക്ക് 5H5 എന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നത് ട്രയൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷനുമായിട്ട് ഈക്വൽ ആകുമ്പോഴത്തേനും, പിന്നെ വാല്യൂ ഓഫ് H എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയുടെ അപ്പർ ലിമിറ്റായിട്ട് വരുമ്പോഴുമാണ്. ഇനി ട്രയൽ വേവ് ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്നത് നോർമലൈസ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ H എന്ന് പറയുന്നത് 5H5 ഡിവൈഡഡ് ബൈ 5 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതിനെയാണ് റാലി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രൂഫ് ഉണ്ട്. അതായത് നമ്മുടെ മെയിൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്, E1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു H എന്ന് പറയുന്നത്. സോ ഇനി അതിൻ്റെ പ്രൂഫ് ഈ ഒരു എക്സ്പ്രഷൻ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ട്രയൽ ഫംഗ്ഷൻ ഫൈനെ കൺസിഡർ ചെയ്യണം. The trial function phi is a linear combination of true wave function. ഇവിടെ ട്രൂ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi1, psi2 എക്സെട്രാസ് ആണ്. ഇതിനെയാണ് ട്രൂ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ കറസ്പോണ്ടിങ് എയ്ഗൺ വാല്യൂസ് എന്ന് പറയുന്നത് E1, E2, E3 എക്സെട്ര. ഇതാണ് ഇവിടുത്തെ എയ്ഗൺ വാല്യൂ എന്ന് പറയുന്നത്. സോ പ്രൂഫിൽ കൺസിഡർ ദ ട്രയൽ വേവ് ഫംഗ്ഷൻ വിച്ച് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ട്രൂ വേവ് ഫംഗ്ഷൻ psi1, psi2 എക്സെട്ര ആൻഡ് ദ എയ്ഗൺ വാല്യൂസ് ഓഫ് ദ ഹാമിൽട്ടോണിയൻ ആർ E1, E2 എക്സെട്ര. ഇവിടെ E1 എന്ന് പറയുന്നതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. സോ ഫൈ എന്ന് പറയുന്നത് ട്രൂ വേവ് ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. സോ അതെന്ന് പറയുന്നത് phi is equal to sigma I AI phi I. ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ലീനിയർ കോമ്പിനേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് phi I ആണ് ഇവിടെ വേവ് ഫംഗ്ഷൻ. AI എന്ന് പറയുന്നത് ഒരു വേരിയബിൾ പാരാമീറ്റർ ആണ്. സോ phi നമുക്ക് കിട്ടി, ട്രയൽ വേവ് ഫംഗ്ഷൻ. phi കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് H എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 5H5, അതായത് H എന്ന് പറയുന്നത് 5H5 ആണ്. അപ്പോൾ phi എന്ന് പറയുന്നത് സിഗ്മ I AI psi I ആണ്. സോ അതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ സിഗ്മ I സിഗ്മ J AI സ്റ്റാർ AJ psi I H psi J. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഫൈ മാത്രമാണ് എടുത്തിട്ടുള്ള ഐയുടെ ടേംസിൽ. ജെയുടെ ടേംസിൽ നമ്മൾ വേറൊരു ഫംഗ്ഷൻ കൂടി എടുത്താൽ, അതായത് 2 ഫൈ ഉണ്ട്, ഇത് രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ ടേംസിൽ എടുത്താൽ ഫൈ ഐയും ഫൈ ജെയുമായിട്ട് എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. സോ ഇവിടെ എ ഐക്ക് പകരം AI സ്റ്റാർ എടുക്കും. അത് എയുടെ കോഞ്ചുഗേറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, AI സ്റ്റാർ എന്ന് പറയുന്നത്. ഇനി ഈ എച്ചിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ സിഗ്മ I സിഗ്മ J AI സ്റ്റാർ AJ എച്ച്. ഇപ്പോൾ E1 ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് H ആണ്. അപ്പർ ലിമിറ്റ് H ആണെന്ന രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ E പുറത്തെടുക്കാം. ഇവിടെ E1 വരെ നമുക്ക് EJ എന്ന് കൊടുക്കാം, അതായത് ഇതിൻ്റെ ടേംസിൽ. സോ ബാക്കി psi I psi J. നമ്മൾ H എങ്ങനെയാണ് പുറത്തെടുത്തത്? ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് E എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റ് എക്സ്പെക്റ്റേഷൻ വാല്യൂ H ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാല്യൂ നമുക്ക് പുറത്ത് E ആയിട്ട് എടുക്കാൻ പറ്റിയത്. അത് അതിൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത് ജെയുടെ ടേംസിൽ നമ്മൾ കൊടുത്തു. ഇനി ഈ ഐയും ജെ എന്ന് പറയുന്നത് ഒരു ടേമിലോട്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഐയും ജെ എന്ന് പറയുന്നത് 2 ഇൻറ്റിജേഴ്സാണ്. സോ അത് ഐയുടെ ടേംസിലോട്ടാക്കി കഴിഞ്ഞാൽ സിഗ്മ I AI AJ ഉണ്ട്. സോ അത് രണ്ടും കൂടി AI സ്ക്വയർ, പിന്നെ EI, ഈ ജെയ്ക്ക് പകരം EI എന്ന് കൊടുത്തു. ഇവിടെ 5I 5J എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കാം. അപ്പോഴാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടുന്നത്. ഏത് H ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ H ഈക്വൽ ടു ആണ് ഈ വാല്യൂ കിട്ടിയത്. ഇനി ഇവിടെ EI എന്ന് പറയുന്നത്
ഒരു ആർബിട്രറി സ്റ്റേറ്റിൻ്റെ എനർജിയാണ്, അല്ല ഈഗൻ വാല്യൂ ആണ്. സോ EI എന്ന് പറയുന്നത് E1 പ്ലസ് ഡെൽ EI. ഈ വാല്യൂ നമ്മൾ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ H എന്ന് പറയുന്നത് സിഗ്മ I AI സ്ക്വയർ E1 പ്ലസ് സിഗ്മ I AI സ്ക്വയർ ഡെൽ EI. അപ്പോൾ ഇവിടെ സിഗ്മ I AI സ്ക്വയർ എന്ന് പറയുന്നത് 1ഉം സിഗ്മ ഡെൽ EI എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണെന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ എച്ചിൽ സിഗ്മ AI സ്ക്വയർ എന്ന് പറയുന്നത് 1ഉം സിഗ്മ ഡെൽ EI എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂ H എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു E1 എന്ന് എഴുതാൻ പറ്റും. അതായത് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ വാല്യൂ 1 ആണ്. സോ ഇവിടെ 1 ഇൻറ്റു E1 ഉണ്ട്. ഈ ഒരു വാല്യൂ പോസിറ്റീവ് ടേമാണ്. അതായത് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ E1 ഉണ്ട് പ്ലസ് ഒരു വാല്യൂ ഉണ്ട്, പോസിറ്റീവ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും E1നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂ വന്നത്. H എന്ന് പറയുന്നത് E1 പ്ലസ് ഒരു ടേമാണ്. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും E1നേക്കാളും ഗ്രേറ്റർ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആണെങ്കിൽ ഈ വാല്യൂ 0 ആണ്. അങ്ങനെയാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടിയത്. ഇതാണ് നമ്മുടെ വേരിയേഷണൽ പ്രിൻസിപ്പളിൻ്റെ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതായത് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഈസ് ഗിവൺ ബൈ E1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു H. ഇത് നമുക്ക് തിരിച്ച് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. ഇനി ഇവിടെ 2-3 പോയിൻ്റ് കൂടി നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വേരിയേഷണൽ പ്രിൻസിപ്പൾ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ലോഡ് റാലി. Described by Lord Rayleigh. വേരിയേഷണൽ പ്രിൻസിപ്പിൾ ഡിസ്ക്രൈബ് ചെയ്തത് ലോർഡ് റാലി ആണ്. പിന്നെ നമുക്ക് ഗുഡ് റിസൾട്ട്സ് കിട്ടുന്നത് ഗുഡ് ട്രയൽ ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ വി ഗെറ്റ് ക്ലോസസ്റ്റ് റിസൾട്ട് on using good trial function ഒരു ഗുഡ് ട്രയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു നോൺ വേവ് ഫംഗ്ഷൻ്റെ എ ഗുഡ് ട്രയൽ ഫംഗ്ഷൻ A good trial function is a slight modification to a known wave function. A good trial function is a slight modification to a known wave function. അതങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു വേവ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് അതിന് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടാണ് കറക്റ്റായിട്ടുള്ള ട്രയൽ വേവ് ഫംഗ്ഷൻ വരുന്നത്. അതിൽ നിന്നാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എ ഗുഡ് ട്രയൽ ഫംഗ്ഷൻ ഈസ് എ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ ടു എ നോൺ വേവ് ഫംഗ്ഷൻ. ഇനി ഹൂസ് ഹാമിൽട്ടോണിയൻ ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ ഹാമിൽട്ടോണിയൻ ഓഫ് ദ സിസ്റ്റം. ഇത് എന്തുകൊണ്ടാണ് ഈ സെൻറ്റൻസ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു വാല്യൂ കൺസിഡർ ചെയ്യും, അത് ഡെവലപ്പ് ചെയ്ത് ക്ലോസസ്റ്റ് വാല്യൂയിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എ ഗുഡ് ട്രയൽ ഫംഗ്ഷൻ ഈസ് എ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ ടു എ നോൺ വേവ് ഫംഗ്ഷൻ ഹൂസ് ഹാമിൽട്ടോണിയൻ is slightly different from the Hamiltonian of the system. Is slightly different from the Hamiltonian of the system.
ഇത്രയാണ് നമ്മൾ വേരിയേഷണൽ പ്രിൻസിപ്പിളിൽ പറയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് മൂന്ന് മെത്തേഡ്സ്, പെർട്ടർബേഷൻ മെത്തേഡ്, വേരിയേഷൻ മെത്തേഡ്, WKB മെത്തേഡ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യം പറഞ്ഞ്, പിന്നെ അത് യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയും വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുമാണ്. ഇത് നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റ് കണ്ടുപിടിക്കാനുമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വേരിയേഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഹാമിൽട്ടോണിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു എ ട്രയൽ ഫംഗ്ഷൻ ഫൈ. ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് E1 എന്ന് പറയുന്നത് <= ആയിരിക്കും. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയുടെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് H ആണ്. അതെന്ന് പറയുന്നത് H5 ആണ്. ഇവിടെ ഇക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ട്രയൽ വേവ് ഫംഗ്ഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷനുമായിട്ട് ഈക്വൽ ആകുമ്പോഴാണ്. പിന്നെ ഇവിടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് H എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയുടെ അപ്പർ ലിമിറ്റ് ആകുകയും ചെയ്യും. ഇനി ട്രയൽ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 5H5 ഇങ്ങനെ മാറ്റി എഴുതാനായിട്ട് പറ്റും. 5H5 / 5 ഇതിന് റാലി റേഷ്യോ എന്ന് പറയുന്നു. പിന്നെ പ്രൂഫ്, ആദ്യം നമ്മൾ 5 കൺസിഡർ ചെയ്തു, അതിൽ നിന്ന് H എഴുതി, 2 5 കൺസിഡർ ചെയ്തിട്ട് H എഴുതി, അതിനെ റീഅറേഞ്ച് ചെയ്ത് യുടെ ടേംസിൽ എഴുതി. EI എന്ന് പറയുന്നത് E1 + ∆EI ആണ്. അത് അപ്ലൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേരിയേഷണൽ പ്രിൻസിപ്പിളിൻ്റെ കണ്ടീഷൻ കിട്ടും. ഇത് ലോഡ് റാലിയാണ് ഈ മെത്തേഡ് ഡിസ്ക്രൈബ് ചെയ്തത്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് നല്ല ട്രയൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോഴാണ്. ഗുഡ് ട്രയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈസ് എ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ ടു എ നോൺ വേവ് ഫംഗ്ഷൻ ഹൂസ് ഹാമിൽട്ടോണിയൻ ഈസ് സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് ഫ്രം ദി ഹാമിൽട്ടോണിയൻ ഓഫ് ദി സിസ്റ്റം. ഇത്രയാണ് വേരിയേഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കുള്ള സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് റാലി റിഡ്സ് മെത്തേഡാണ്. റാലി റിഡ്സ് മെത്തേഡ് ഇതെന്ന് പറയുന്നത് വേരിയേഷണൽ മെത്തേഡ്സിൻ്റെ അകത്ത് തന്നെ വരുന്നൊരു ടോപ്പിക്കാണ്. ഇത് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് അപ്രോച്ച് അല്ല. ഈ പറഞ്ഞ വേരിയേഷണൽ പ്രിൻസിപ്പളിൻ്റെ തന്നെ ഒരു സ്ലൈറ്റ് മോഡിഫിക്കേഷൻ ഉള്ളൊരു മെത്തേഡാണ്. ട്രയൽ വേവ് ഫംഗ്ഷനിലാണ് ഇവിടെ മാറ്റം വരുന്നത്. നമ്മൾ നേരത്തെ വേരിയേഷണൽ പ്രിൻസിപ്പളിൽ ട്രയൽ വേവ് ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ട്രൂ വേവ് ഫംഗ്ഷൻ ആയിട്ടാണ് എടുത്തത്. വേരിയേഷണൽ പ്രിൻസിപ്പളിൽ ഫൈ എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ട്രൂ വേവ് ഫംഗ്ഷൻസ് ആയിരുന്നു. ഇവിടെ റാലി റിഡ്സ് മെത്തേഡിൽ ഫൈ എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഫിക്സഡ് ബേസിസ് ഫംഗ്ഷൻസ്. ഫൈ എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഫിക്സഡ് ബേസിസ് ഫംഗ്ഷൻ. ഫിക്സഡ് ബേസിസ് ഫംഗ്ഷൻ ഫൈ ഐസ്, വേർ I എന്ന് പറയുന്നത് 1 2 etc. n. ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡൺ ടു ട്രീറ്റ് ദ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആസ് വേരിയബിൾ പാരാമീറ്റേഴ്സ്. ഇറ്റ് ഈസ് ഡൺ ടു ട്രീറ്റ് ദി എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് as variable parameter. It is done to treat the expansion coefficients as variable parameters. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് psi I forms an orthogonal set. Here psi I forms an orthogonal set. ഫൈ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇത്രയും വ്യത്യാസം, ഫൈ എന്ന് പറയുന്നത് നേരത്തെ സിഗ്മ I AI psi I ആയിരുന്നു. ഇവിടെ വരുന്നൊരു വ്യത്യാസം നമ്മൾ പറഞ്ഞത് ഫിക്സഡ് ബേസിസ് ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. സോ ഫൈക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത് സിഗ്മ I CI phi I. ഇതാണ് നമ്മുടെ ട്രയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ CI എന്ന് പറയുന്നത് റിയൽ ഓർ കോംപ്ലക്സ് കോഎഫിഷ്യൻ്റ് ആണ്. റിയൽ
or complex coefficient. ഇതിനെയാണ് റാലി-റിറ്റ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കാൾഡ് റാലി-റിറ്റ്സ് മെത്തേഡ്. നമുക്ക് ഈ കിട്ടിയ ഫൈ എന്ന് പറയുന്നത് h ഈസ് ഈക്വൽ ടു ഫൈ ഡിവൈഡഡ് ബൈ ഫൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് h സിഗ്മ i സിഗ്മ j ci star cj phi I h phi j divided by sigma I sigma j ci star cj phi I phi j. ഇത്രയായിട്ട് കിട്ടും. ഇവിടെ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് h ആണ്. അതെന്ന് പറയുന്നത് സിഗ്മ I സിഗ്മ j ci സ്റ്റാർ cj സിഗ്മ I h phi j ഡിവൈഡഡ് ബൈ സിഗ്മ I സിഗ്മ j ci സ്റ്റാർ cj phi I phi j. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫൈ ഐയുടെയും ഫൈ ജെയുടെയും ടേംസിലായിട്ട് എടുക്കും. ഇവിടെ ഫൈ ഐയും ഫൈ ജെ ഫൈ ഐ എന്ന് പറയുന്നതാണ് സിഗ്മ ഐ സി ഐ സ്റ്റാർ ഫൈ ഐ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഫൈ ജെ എടുക്കുമ്പോഴത്തേനും സിഗ്മ ഐ സി ജെ ഫൈ ജെ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാല്യൂ കൊണ്ടുവന്നത്. ഇവിടെ നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സിഗ്മ ഐ എച്ച് ഫൈ ജെ എന്ന് പറയുന്നത് എച്ച് ഐ ജെ ആണെന്നും ഫൈ ഐ ഫൈ ജെ എന്ന് പറയുന്നത് എസ് ഐ ജെ ആണെന്നും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് എച്ച് സിഗ്മ ഐ സിഗ്മ ജെ സി ഐ സ്റ്റാർ സി ജെ എച്ച് ഐ ജെ divided by sigma I sigma j ci star cj sij. ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വിത്ത് ഈയുടെ ടേംസിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ഐ സിഗ്മ ജെ സി ഐ സ്റ്റാർ സി ജെ എസ് ഐ ജെ E is equal to sigma I sigma j c I star c j h I j. ഇനി on differentiating with respect to c k star. ഇനി നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് സിഗ്മ ഐ സിഗ്മ ജെ സി ജെ എസ് ഐ ജെ ഡോ ബൈ ഇപ്പുറത്തെ സൈഡിൽ സിഗ്മ ഐ സിഗ്മ ജെ സി ജെ ഡോ ബൈ ഡോ സി കെ സ്റ്റാർ സി ഐ സ്റ്റാർ എച്ച് ഐ ജെ. അപ്പോൾ നമ്മളിവിടെ സി കെ സ്റ്റാറിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേനും എൽ എച്ച് എസിൽ സി ഐ സ്റ്റാറും ഇയും ആണ് വരുന്നത്. ആർ എച്ച് എസിൽ സി ഐ സ്റ്റാറും എച്ച് ഐ ജെയും ആണ്. ഇവിടെ എസ് ഐ ജെയിന് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ നമുക്ക് രണ്ട് ടേംസ് ഉണ്ട്, രണ്ട് സൈഡിലും രണ്ട് ടേംസ് ഉണ്ട്. സോ പ്രോഡക്റ്റ് റൂൾ വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. സിഗ്മ ഐ സിഗ്മ ജെ സി ഐ എസ് ഐ ജെ ഇ
ഡോ സി ഐ സ്റ്റാർ ഡിവൈഡഡ് ബൈ ഡോ സി കെ സ്റ്റാർ പ്ലസ് സിഗ്മ ഐ സിഗ്മ ജെ സി ജെ സി ജെ എസ് ഐ ജെ സി ഐ സ്റ്റാർ ഇൻറ്റു ഡോ ബൈ ഡോ സി കെ സ്റ്റാർ ഇൻറ്റു ഇ ഈക്വൽ ടു സിഗ്മ ഐ സിഗ്മ ജെ സി ജെ സി ഐ സ്റ്റാർ ഡോ ബൈ ഡോ സി കെ എച്ച് ഐ ജെ പ്ലസ് സിഗ്മ ഐ സിഗ്മ ജെ സി ജെ എച്ച് ഐ ജെ ഇത്രയാണ് നമ്മൾ ഡിഫറൻഷ്യൽ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേനും വരുന്നത്. ഇനി ഇവിടെ ഡോ സി ഐ സ്റ്റാർ ബൈ ഡോ സി കെ സ്റ്റാർ എന്ന് പറയുന്നത് 1ഉം ഡോ ഇ ബൈ ഡോ സി കെ സ്റ്റാർ എന്ന് പറയുന്നത് 0 ആവും. ഡോ എച്ച് ഐ ജെ ബൈ ഡോ സി കെ സ്റ്റാർ ഈ രണ്ട് ടൈംസും 0 ആവും. സോ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ നമുക്ക് സിഗ്മ ഐ സിഗ്മ ജെ സി ജെ എസ് ഐ ജെ ഇ പ്ലസ് 0 ഈക്വൽ ടു 0 പ്ലസ് സിഗ്മ ഐ സിഗ്മ ജെ സി ജെ എച്ച് ഐ ജെ. ഈ ടൈമിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ സിഗ്മ ഐ സിഗ്മ ജെ സി ജെ എച്ച് ഐ ജെ മൈനസ് സിഗ്മ ഐ സിഗ്മ ജെ സി ജെ എസ് ഐ ജെ ഇ, അതായത് സിഗ്മ ഐ സിഗ്മ ജെ സി ജെ ഇൻറ്റു എച്ച് ഐ ജെ മൈനസ് ഇ എസ് ഐ ജെ ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ സി വിത്ത് റെസ്പെക്ട് ടു സി കെ സ്റ്റാർ ആണ് ചെയ്തത്. സോ ഈ എക്സ്പ്രഷനിൽ നമുക്കിവിടെ ഐക്ക് പകരം കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ടേംസിലും ഐക്ക് പകരം കെ വരും. ഇനി ഇവിടെ സി ജെ എന്ന് പറയുന്ന വാല്യൂ സി ഐ സ്റ്റാർ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമിലർ ആയിട്ടുള്ളൊരു ഇക്വേഷൻ കിട്ടും. ഇതിനെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് എ സിമിലർ ഇക്വേഷൻ ഫോർ ദിസ് വാല്യൂ. നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് സിഗ്മ ഐ സിഗ്മ ജെ സിഗ്മ ഐ മാത്രം സി ഐ സ്റ്റാർ സിഗ്മ ഐ സിഗ്മ ജെ സി ഐ സ്റ്റാർ എച്ച് ഐ കെ മൈനസ് ഇ എസ് ഐ കെ ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് കിട്ടിയത് സിഗ്മ ഐ ജെ സി ജെ എച്ച് കെ ജെ ഇ എസ് കെ ജെ. ഇവിടെ കെ ജെ ആയിരുന്നു, അതായത് ഐക്ക് പകരമാണ് അവിടെ കെ വന്നത്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജെയ്ക്ക് പകരം കെ വരും. സി ജെ എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ സി ഐ സ്റ്റാർ കൊണ്ട് റീപ്ലേസ് ചെയ്തത്. സോ അത് വരും. സിഗ്മ ഐ ജെ സി ഐ സ്റ്റാർ വന്നു, പിന്നെ എച്ച് കെ ജെയ്ക്ക് പകരം ഐ കെ വരും, ജെയ്ക്ക് പകരം കെ വരും, അതായത് ഐ കെ മൈനസ് ഇ എസ് ഐ കെ ഈക്വൽ ടു 0. ഇവിടെ 2 എന്ന് പറയുന്നത് ഈസ് ദി അഡ്ജോയിൻ്റ് ഓഫ് 1. adjoint of 1. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ഇക്വേഷൻ 1ൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് ആണ്. ഇക്വേഷൻ 2 ഈസ് ദി ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ്, വെറും അഡ്ജോയിൻ്റ് അല്ല, ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ്. ഇക്വേഷൻ 2 ഈസ് ദി ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് ഓഫ് ഇക്വേഷൻ 1. ആൻഡ് ഇക്വേഷൻ 1 എന്ന് പറയുന്നത് നമുക്ക്
gives a set of n simultaneous homogeneous linear equation. Equation 1 gives set of homogeneous linear equations. Set of homogeneous n set of ഒന്നും പറയാം. Equation 1 gives n set of homogeneous linear equation in variable ci's, അതായത് c1 c2 എക്സെട്ര cn. ഇനി ഇപ്പോൾ ഇത് ലീനിയർ ഇക്വേഷൻ, ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ് ആണെന്നാണ് പറഞ്ഞത്. ഏത് ഈ 1ഉം 2ഉം ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ തന്നെയാണ്. നമ്മളിവിടെ ഇക്വേഷൻ 1 മാത്രം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് എൻ സെറ്റ് ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ ഇൻ വേരിയബിൾ ci's. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ദി നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഓർ ദ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ h11 മൈനസ് es11. ഇവിടെ h kj es kj ആണ്, അതായത് h11 മൈനസ് es11. അത് കഴിഞ്ഞ് h12 മൈനസ് es12 എക്സെട്ര h1n മൈനസ് es1n. താഴത്ത് h21 മൈനസ് es21 h22 മൈനസ് es22 എക്സെട്ര h2n മൈനസ് es2n. താഴത്തോട്ട് hn1 മൈനസ് esn1 hn2 മൈനസ് esn2 എക്സെട്ര hn മൈനസ് esnn ഈക്വൽ ടു 0. ഇതാണ് ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു n ഡിഗ്രി പോളിനോമിയലാണ്. ദിസ് ഗീവ്സ് n values for e. This gives n values for e and lowest energy എന്ന് പറയുന്നത് ഈ മെട്രിക്സിൽ ലോവസ്റ്റ് എനർജി എന്ന് പറയുന്നത് ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈസ് ദ വൺ ക്ലോസസ്റ്റ് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. ലോവസ്റ്റ് വാല്യൂ ഗീവ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. ഇത്രയാണ് റാലി റിറ്റ്സ് മെത്തേഡ് എന്ന് പറയുന്നത്.